أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا وإذا رأيت ثم رأيت نعيما وملكا كبيرا عاليهم ثياب سندس خضر واستبرق وحلوا أساور من فضة وسقاهم ربهم شرابا طهورا إن هذا كان لكم جزاء وكان سعيكم مشكورا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻസാനിലെ 19, 20, 21, 22 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂന ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅം മൻസൂറാ. വയതൂഫു അലൈഹിം, അവരെ ചുറ്റിക്കൊണ്ടിരിക്കും. വിൽദാനുൻ മുഖല്ലദൂന, നിത്യബാല്യമുള്ള മക്കൾ അവരെ ചുറ്റിക്കൊണ്ടേയിരിക്കും, അവർക്കിടയിൽ ചുറ്റി നടക്കും. ഇദാ റഅയ്തഹും ഹസിബ്തഹും, നീ അവരെ കണ്ടാൽ നീ വിചാരിച്ചു പോകും. ഇദാ റഅയ്തഹും, നീ അവരെ കണ്ടാൽ ഹസിബ്തഹും, നീ വിചാരിച്ചു പോകും. ലുഅം മൻസൂറാ, ചിതറിത്തെറിച്ച മുത്തുമണികളാണ് ഇതെന്ന്. ചിതറിത്തെറിച്ച മണികളാണ് ഇവരെന്ന് വിചാരിച്ചു പോകും. വഇദാ റഅയ്ത സമ്മ റഅയ്ത, നീ കണ്ടാൽ നിനക്ക് അവിടെ കാണാൻ കഴിയും. നഈമൻ, അനുഗ്രഹം, നിനക്കവിടെ അനുഗ്രഹങ്ങൾ കാണാൻ പറ്റും. വമുൽക്കൻ കബീറ, വലിയ തോതിലുള്ള ആധിപത്യവും വലിയ തോതിലുള്ള സാമ്രാജ്യവും നിനക്കവിടെ കാണാൻ കഴിയും. ആലിയഹും, അവർ ധരിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ അവരെ ധരിപ്പിക്കും. സിയാബു സുന്ദുസിൻ, പട്ടുവസ്ത്രങ്ങൾ അവരെ ധരിപ്പിക്കും. ഹുദുറിൻ, പച്ച പട്ടുവസ്ത്രം. വൈസ്തബറഖുൻ, അതേപോലെ തന്നെ കസവ് വസ്ത്രങ്ങളും അവരെ ധരിപ്പിക്കും. കസവിൻ്റെ വസ്ത്രങ്ങളും അവരെ ധരിപ്പിക്കും. വഹുലു, അവരണിയിക്കപ്പെടും. അസാവിറ മിൻ ഫിദ്ദ, വെള്ളി കൊണ്ടുള്ള വളകൾ അവരെ ധരിപ്പിക്കുകയും ചെയ്യും, അണിയിക്കുകയും ചെയ്യും. വസഖാഹും റബ്ബുഹും ശറാബൻ തുഹൂറാ, അവരെ അവരുടെ നാഥൻ നല്ല ശുദ്ധമായ വെള്ളം കുടിപ്പിക്കുകയും ചെയ്യും. ശുദ്ധമായ പാനീയം അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യും. ഇന്ന ഹാദ, തീർച്ചയായും ഇത്, കാനലക്കും ജസാഅൻ, നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. അവരോട് അന്നേരം പറയപ്പെടും, ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. വകാന സഅയുക്കും മഷ്കൂറാ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള നന്ദിയുമാണിത്, അല്ലെങ്കിൽ സഫലമായ പരിശ്രമത്തിനുള്ള പ്രതിഫലമാണിത് എന്നുകൂടി അവരോട് പറയപ്പെടും. സ്വർഗവാസികളായ ആളുകൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. അവർക്കവിടെ ഇഞ്ചുനീര് അടങ്ങിയിട്ടുള്ള പാനീയം, അതേപോലെ തന്നെ സൽസബീൽ എന്ന് പറയുന്ന ഉറവയിൽ നിന്നുള്ള വെള്ളം, ഇതൊക്കെ കുടിക്കാൻ കിട്ടും. അതിന് പുറമെ നിത്യ ബാല്യമുള്ള, ഒരിക്കലും പ്രായം കവിയാത്ത, കുട്ടികളെന്ന പ്രായം കഴിയാത്ത മക്കൾ
ആ കുട്ടിത്തം വിട്ടുമാറാത്ത മക്കൾ, നിത്യവും ഒരേ പ്രായം, ആ പ്രായത്തിലുള്ള മക്കൾ അവർക്ക് വേണ്ടി എല്ലാ സമയത്തും സേവനം ചെയ്തുകൊണ്ട് അവർക്കിടയിൽ എങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ആ കുട്ടികളെ കണ്ടാൽ നമ്മൾ വിചാരിച്ചു പോകും മുത്തുമണികൾ ചിതറിക്കിടക്കണമെന്ന്. അതിനേക്കാൾ ആലങ്കാരികമായ ഒരു പ്രയോഗം നടത്താനില്ല. ആ കുട്ടികളുടെ ആ പ്രസരിപ്പും ഊർജ്ജസ്വലതയും അതുപോലെ തന്നെ നിത്യബാല്യവും ഒക്കെ കൂടിയിട്ട് ചിതറിത്തെറിച്ച മുത്തുമണികളാണ് എന്ന് തോന്നിപ്പോകും അവരെ കണ്ടാൽ. അത്ര രസകരമായിരിക്കും അർത്ഥം. പിന്നീട് പറയുന്നത്, അവിടെ നിനക്ക് കാണാം ആധിപത്യം, വലിയ ആധിപത്യവും അതേപോലെ തന്നെ അനുഗ്രഹങ്ങളുടെ ഒരു പറുദീസയും നിനക്കവിടെ കാണാൻ പറ്റും. എല്ലാം തികഞ്ഞ, എന്ത് മോഹിച്ചാലും ലഭിക്കുന്ന, ഒരിക്കലും തീരാത്ത സാമ്രാജ്യം എന്ന രൂപത്തിൽ. ഓരോരുത്തർക്കും ഓരോ സാമ്രാജ്യം തന്നെയാണ്. ആ രൂപത്തിലാണ് അവിടുത്തെ സംഗതികൾ. ഒരു ജീവിതകാലം മുഴുവൻ, ഇവിടുത്തെ നമ്മളൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ജീവിതകാലം മുഴുവൻ നടന്നാൽ തീരാത്ത അത്രയും വലിയ സ്വർഗ്ഗപ്പൂന്തോപ്പ് ഓരോരുത്തരുടേതായി അവിടെ കിട്ടുകയാണ്. അവിടെയുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ ആ ഒരു സ്ഥലത്ത് വിന്യസിച്ചതായിട്ട് അനുഭവപ്പെടുന്നു. അതോടുകൂടെ ആലിയഹും സിയാബ് സുന്ദുസിൻ ഹുദറും വൈസ്തബറക്കും, പച്ച പട്ട് വസ്ത്രവും കസവ് വസ്ത്രവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അവിടെ കസവ് വസ്ത്രവും അതുപോലെ തന്നെ പട്ടുവസ്ത്രവും ഇഷ്ടകരമാകുമ്പോൾ അത് കൊടുക്കും. അതല്ല മറ്റൊന്നാണ് ലഭ്യമാകേണ്ടത് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അത് കൊടുക്കും. അതേപോലെ തന്നെ വെള്ളിയുടെ വളകൾ, വെള്ളി വളകൾ ഇന്ന് തന്നെ യുവാക്കളുടെ ഒരു ഹരമാണ്. ആ രൂപത്തിൽ വെള്ളിയുടെ വളകൾ, ഇനി സ്വർണ്ണവളാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കും. എന്താണോ ആവശ്യം, ശുദ്ധമായ ജലം അതിന് പുറമെ അവർക്ക് എല്ലാ സ്ഥലത്തും ലഭ്യമായിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് എന്താണോ വേണ്ടത് ആ വേണ്ടത് അപ്പോൾ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും എന്നർത്ഥം. മാത്രമല്ല അവരോട് പറയും, ദാ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ പരിശ്രമം, അതിൻ്റെ ഫലമായിട്ട് അതാണ് നിങ്ങൾക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അവരോട് പറയും. അത് വലിയൊരു കാര്യമാണ്. സത്യനിഷേധികളായ ആളുകളോടും ഇതേ കാര്യങ്ങൾ പറയും. അപ്പോൾ അവർക്ക് അങ്ങേയറ്റത്തെ വിഷമമുണ്ടാവും. അതുപോലെ തന്നെ വിശ്വാസികളായ ആൾക്കാരോട് ഇത് നിങ്ങളുടെ കർമ്മഫലമാണെന്ന് പറയുമ്പോൾ എത്രയോ വലിയ ഒരു സന്തോഷം അവരുടെ മുഖത്ത് തെളിഞ്ഞുകൊണ്ടേയിരിക്കും. മാത്രമല്ല വക്കാന സയ്യുക്കും മഷ്കൂറ, നിങ്ങളുടെ പരിശ്രമങ്ങളുണ്ടല്ലോ ആ പരിശ്രമങ്ങളൊക്കെ തന്നെ മഷ്കൂറാണ്, നന്ദിദായകമാണ്. അതായത് അള്ളാഹു മനുഷ്യരോട് നന്ദി കാണിക്കുന്നു എന്ന രൂപത്തിലല്ല, മറിച്ച് അത്രയും ഒരു ഭൗതികമായ അർത്ഥത്തിൽ നന്ദി കാണിക്കാൻ പറ്റുന്ന അത്രയും വലിയ മികവുറ്റ കാര്യമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നാഥന് നന്ദി കാണിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, അത്രയും വലിയ പരിശ്രമങ്ങളാണ്, ആ പരിശ്രമങ്ങളുടെ സൽഫലങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ കേൾക്കുമ്പം വിശ്വാസിക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയെന്ന് പറയാൻ പറ്റില്ല. അത്രയും വലിയ സന്തോഷമായിരിക്കും ഈ ആളുകൾക്കുണ്ടാവും. ആ ഒരു സന്തോഷം ലഭ്യമാകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിശ്രമം സാധൂകരിക്കുകയും നമുക്ക് സ്വർഗ്ഗവാസികളുടെ എല്ലാ സന്തോഷത്തിലും പങ്കുകൊള്ളാൻ നമുക്ക് അള്ളാഹു ത്വാഖത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.